താമരശ്ശേരിയിൽ MDMA വിഴുങ്ങി മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഫലം പുറത്ത്. അമിത അളവിൽ മയക്കുമരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ MDMAയും കഞ്ചാവും അടങ്ങുന്ന 2 പാക്കറ്റുകൾ കണ്ടെത്തി. ദ്രാവക രൂപത്തിലുള്ള MDMA ശരീരത്തിൽ പ്രവേശിച്ചതാണ് മരണകാരണമായത്. കേസിൽ പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ടായെന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു. അമ്പായത്തോട് ഭാഗത്തെത്തുന്ന അവസരത്തിൽ ഒരാളെ കാണുന്നു. അദ്ദേഹം എന്തോന്ന് വിഴുങ്ങുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പം അത് മയക്കുമരുന്നാണെന്ന് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവന് അപായം സംഭവിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് ഡോക്ടറോടും അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ അവിടെ മതിയായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. സ്കാനിങ്ങിൻ്റെ അകത്ത് 2 കവറുകൾ ഉള്ളതായിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായി ഡോക്ടർക്ക് കിട്ടിയത് 2 പാക്കറ്റുകളാണ്. ഒന്നിൽ 9 ഗ്രാമോളം കഞ്ചാവാണ്, അത് ഇൻടാക്റ്റാണ്. അടുത്ത ഒരു പാക്കറ്റിൽ അത് ബോഡിയിലേക്ക് ലയിച്ചിട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡാണ്, വയറ്റിലുള്ള ഫ്ലൂയിഡാണ് ഉള്ളത്. അതിനകത്ത് കുറച്ച് പൗഡറി ആയിട്ടുള്ള സാധനങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും നാർക്കോട്ടിക് ഓവർഡോസാണ് ഇതിന് മരണത്തിന് കാരണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു, ഫോറൻസിക് സർജൻ പറഞ്ഞു. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം മുഹമ്മദ്, ഈ നാർക്കോട്ടിക് ഓവർഡോസ് ആണോ ഈ മരണകാരണമായി പോലീസ് പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? അജി, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. ഇതിൽ പ്രധാനമായും പറയുന്നത് മരണകാരണം അമിത അളവിൽ മയക്കുമരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചത് തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ഈ 2 പാക്കറ്റുകളാണ് ഇയാളുടെ വയറ്റിലുണ്ടായിരുന്നത്. അതിൽ ഒരു പാക്കറ്റിൽ 9 ഗ്രാം കഞ്ചാവും മറ്റൊരു പാക്കറ്റിൽ ഈ ദ്രാവക രൂപത്തിലായി മാറിക്കഴിഞ്ഞ MDMAയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഈ MDMA അളവിൽ കവിഞ്ഞ രൂപത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചത് തന്നെയാണ് മരണകാരണമെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിന് പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച 9 മണിയോടുകൂടിയാണ് ഇയാളെ, ഈ ഷാനിദിനെ, താമരശ്ശേരിയിൽ വെച്ച് അമ്പായത്തോട് എന്ന സ്ഥലത്ത് വെച്ച് ഈ ഒരു മയക്കുമരുന്നുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് പോലീസ് പിടികൂടുന്നത്. പോലീസിനെ കണ്ട ഉടനെ തന്നെ ഇയാൾ കവർ വിഴുങ്ങുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഇയാളെ താമരശ്ശേരി ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ വെച്ച് ഇയാൾ ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ശസ്ത്രക്രിയ വേണമെന്ന ആവശ്യം ഡോക്ടർമാർ പറഞ്ഞ ഉടനെ തന്നെ ഇയാൾ വിസമ്മതിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ മാറ്റുകയും അവിടെ വെച്ച് ശസ്ത്രക്രിയ നടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. അതിനൊടുവിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കസ്റ്റഡി മരണമായിരുന്നു. കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷമാണ് ഇയാൾ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ ജുറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു കേസായതുകൊണ്ട് ഈ പേരാമ്പ്ര ഡിവൈഎസ്പിക്കാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ ചുമതലയുള്ളത്. കസ്റ്റഡി മരണം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം മരണം സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല പേരാമ്പ്ര ഡിവൈഎസ്പിക്കാണ്. ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഉപയോഗം, ലഹരി വിൽപ്പന സംബന്ധിച്ചുള്ള കേസുകളൊക്കെ തന്നെ താമരശ്ശേരി ഡിവൈഎസ്പി തന്നെയാണ് അന്വേഷിക്കുന്നത്. ഏതായാലും ഇയാളുടെ മരണകാരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമിത അളവിൽ രാസപദാർത്ഥങ്ങൾ, മയക്കുമരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചത് തന്നെയാണ് മരണത്തിന് നയിച്ചത് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചത് പോലെ എൻഡോസ്കോപ്പി റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരുന്നത് 3 പാക്കറ്റ് ഉണ്ടായിരുന്നതാണ്. എന്നാൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി പറയുന്നത് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് 2 പാക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നിൽ 9 ഗ്രാം കഞ്ചാവും മറ്റൊന്നിൽ MDMAയുമായിരുന്നു ഉണ്ടായിരുന്നത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അജി.